കണികാരൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് ഒരുക്കിയതൊക്കെ നിത്യല്ലേ? അപ്പം നിത്യ വാങ്ങുന്നതാണ് ശരി, അല്ലേ? എന്നാ അല്ലേ അല്ലേ നിത്യ? സുജാതെ, നിത്യക്ക് തന്നെ കൊടുക്കാം. വിഷുവിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. മോളെ, ഐശ്വര്യമായിട്ട് മേടിക്കേ. അമ്മ പറയുന്നത് തെറ്റാണ്. ജീവന് വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട്. അല്ലാതെ ഇത്തരൊരു സാഹചര്യത്തില് ജീവൻ ഇങ്ങനെയൊന്നും പെരുമാറാൻ പറ്റില്ല. എന്താ ഇവന്റെ ഉദ്ദേശം? ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. അപ്പോൾ കാണികൾ കൈനീട്ടവും വാങ്ങി. ഇനിയാണ് മക്കളെ നിങ്ങൾ ശരിക്കുള്ള വിഷു കാണാൻ പോകുന്നത്. എന്താ മോൾക്ക് ഇത്ര വിഷമം? എന്താന്ന് ടീച്ചറോട് പറ. അത് പിന്നെ അയ്യേ, ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ കരയില്ല കേട്ടോ. മോളുടെ മനസ്സിൽ ആഗ്രഹം എന്താണെന്ന് ടീച്ചർക്ക് മനസ്സിലായി. അതിനുള്ള വഴി എന്താണെന്ന് ടീച്ചർ ഉണ്ടാക്കി തരാം കേട്ടോ. കല്യാണി, നമുക്ക് കളിക്കാം, വാ. അതുമോനെ, മോളെയും കൂടി പോയി കളിക്ക. പോ. വാ കല്യാണി, നമുക്ക് കളിക്കാം. എല്ലാ കാര്യവും ടീച്ചർ ഏറ്റെന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ ചിരിക്കാത്തത്? ടീച്ചറെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പോ. എന്തിനാ അമ്മേ കല്യാണി കരഞ്ഞത്? കണി കണ്ടും കൈനീട്ടും വാങ്ങിച്ചൊക്കെ കഴിഞ്ഞപ്പോ കല്യാണി മോക്ക് നല്ല സന്തോഷം. സന്തോഷം കൊണ്ട് കരയാറില്ലേ? മക്കള് പോയി കളിച്ചു. വാ കല്യാണി.
വീണ, എനിക്ക് വീണയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണാവോ? ഓ, മത്സരത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ. അതിനെക്കുറിച്ചാവും. എന്ത് മത്സരത്തെക്കുറിച്ചാ വീണ പറയുന്നത്? അത് നമ്മുടെ വീടിനകത്ത് നടന്ന ചെറിയൊരു കാര്യമല്ലേ? അതിന്റെ ഉത്തരം അമ്മ പറഞ്ഞില്ലേ? ആ പണം എല്ലാവർക്കും വേണ്ടി വീതിക്കുക ചെയ്യണമെന്ന്. നിന്റെ അമ്മയുടെ ദാനത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ആ, എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. വീണ കല്യാണി ശ്രദ്ധിച്ചിരുന്നോ? അവളെ ശ്രദ്ധിക്കാനേ ഇവിടെ ആവശ്യത്തിന് ആളുകളുണ്ടല്ലോ. പിന്നെ ഞാനിതിനെ ശ്രദ്ധിക്കുന്നേ. കല്യാണി ശ്രദ്ധിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ അവളുടെ അമ്മ ഒന്നേ ഉള്ളൂ. അവള് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു വിഷുവിന് വീണ അവളുടെ അടുത്ത് ഉണ്ടായതല്ലേ? അവളൊരു കൈനീട്ട് ആഗ്രഹിക്കില്ലേ? വീണയിൽ നിന്നൊരു ചേർത്ത് പിടിക്കൽ, ഒരു അനുഗ്രഹം, അതവൾ ആഗ്രഹിക്കില്ലേ? ആ കുഞ്ഞു മനസ്സിലതുണ്ട്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ ഞാനീ പറയുന്നത്. കല്യാണി മോൾക്ക് വീണൊരു കൈനീട്ടം കൊടുക്കേണ്ടതായിരുന്നു. നോക്ക്, ഇവിടെ മറ്റുള്ളവരൊക്കെ ജീവിതത്തില് നിന്റെ ഉപദേശത്തിന് വേണ്ടി കാത്തിരിക്കാന്നൊക്കെ എനിക്കറിയാം. ആ പവർ വെച്ച് വീണെ ഉപദേശിക്കാൻ വരണ്ട. നിന്നെപ്പോലെ അടുക്കളയിൽ കിടക്കുന്നവളല്ല ഞാൻ. എന്റെ ഒരു വിശ്വാശംസയ്ക്ക് പോലും വിലയുള്ള വലിയൊരു ലോകമുണ്ട്. എന്റെ താല്പര്യം അതാ. അതിനിടയിൽ ആരുടെയും കണ്ണീരൊപ്പാനും കൈനീട്ടം കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്കൊരു ചെറിയ നേട്ടം ഉണ്ടാവുമ്പോൾ വാഴ്ത്താൻ ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അതെല്ലാം കഴിഞ്ഞാലും നമ്മൾ മടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിലേക്കല്ലേ, നമ്മുടെ രക്തബന്ധത്തിലേക്കല്ലേ? വീണ, നിന്റെ ഹരിയേട്ടന്റെ ഒക്കെ കൂട്ടത്തിൽ നിന്ന് അവളെന്നെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പ അവളുടെ മുഖത്തെ അഹങ്കാരം കണ്ടിട്ടുണ്ടോ? എനിക്ക് ആരുടെ അമ്മ സ്ഥാനമൊന്നും വേണ്ട. പിന്നെ നിന്റെ ഈ അഭ്യാസം ഉണ്ടല്ലോ, എല്ലാം പിടിച്ചെടുക്കുകയും വേണം, എന്നാൽ നിഷ്കളങ്കയാണെന്ന് സ്ഥാപിക്കുക. ശരി, ഇന്നൊരു നല്ല ദിവസം. ഇന്നെങ്കിലും നിനക്ക് അല്പം തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവുമെന്ന് ചിന്തിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ആയിക്കോട്ടെ വീണ. എല്ലാരും തയ്യാറായി നിൽക്കുന്നുണ്ടല്ലേ? അത് പിന്നെ അങ്ങനെയാണല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു നല്ല ദിവസം വരണമെങ്കിൽ അത് വീണയെ കുറ്റം പറയുന്നതായിരിക്കണ്ടേ? എന്നെ കൊണ്ട് ആർക്കെങ്കിലും കൈനീട്ടം കൊടുപ്പിക്കാനാണെങ്കിലേ അതിനു വേണ്ടി ആരും മെനക്കെടണ്ട. ഞാനെന്തിനു മെനക്കെടണം? പക്ഷേ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാനേ നീ മെനക്കെടണ്ട. എടി പെണ്ണേ, നിനക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. എന്തുവാ? എന്റെ സ്വത്തിനെ കുറിച്ച്.
മനസ്സിലൊരു കാരുണ്യം തോന്നി സ്വത്തിന്റെ ഒരു ഭാഗം നിനക്ക് ഞാൻ നീക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങള് മര്യാദയോടെ നീ ചെയ്തില്ലെങ്കിലേ അത് വേണ്ടെന്ന് വെക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാ എന്റെ കുടുംബമാ വലുത്, എന്റെ കുടുംബത്തിലെ സന്തോഷമാ വലുത്. കല്യാണി മോള് നിന്റെ കയ്യിൽ നിന്ന് കൈനീട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് അത് കിട്ടിയിരിക്കണം. ഇന്നത്തെ വിഷു സങ്കടത്തോടാണ് അവൾ ആസ്വദിക്കുന്നെങ്കിൽ എന്റെ മോളെ നീ കരയും. നിന്നെ ഞാൻ കരയിക്കും എന്നേക്കുമായിട്ട്. കേട്ടോടി? ഛെ, ഛെ, എന്തൊരു വൃത്തികേടാ ഇത്. ഞാൻ കൈനീട്ടം കൊടുത്തില്ലെങ്കിൽ ഇവക്കെന്താ? ആ നാശം പിടിച്ച കൊച്ചിന്റെ ഒരു ആഗ്രഹം. ഇനി അത് കൊടുത്തില്ലെങ്കിൽ അങ്ങേരെ തരാമെന്നേറ്റ കാശ് എനിക്ക് തരികയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ദാ കൈക്ക് കല്യാണി. എനിക്ക് വേണ്ട. കൈക്ക് ദാ. ഡീ, ഇങ്ങോട്ട് വന്നേ. നിന്നെ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ. കല്യാണി, എന്താ? എന്നാ കൈനീട്ടോ വെച്ചോ. നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കൈ നിറച്ച, അല്ലാതെ പിച്ചത്തിനൊന്നും ആരും കാണിക്കാറില്ല. സെലിബ്രിറ്റികളെ കുഞ്ഞുങ്ങൾക്ക് കൈനീട്ടം കൊടുക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും കൊടുക്കണം. ദാ, ആദ്യമോനെ ഒരാളിങ്ങനെ കൈനീട്ടോട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേ മാറിയിരിക്കുന്നത് ശരിയാണോ മക്കളെ? വേഗം വന്ന് മേടിക്കേ. ആ ഓ ഓ മോളെ, മോൾക്ക് അമ്മ കൈനീട്ടം തന്നതല്ലേ? അമ്മയുടെ കാല് തൊടുന്ന തൊഴുതേ. അല്ല, അതിന്റെ ഒരു അങ്ങനെ കാല് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? ഉണ്ട് ഹരി. വീണ ഒഴിവാക്കുന്ന ഓരോ നിമിഷവും കല്യാണിയുടെ മനസ്സിൽ സങ്കടങ്ങൾ കൂടുകയാണ്. കൊച്ചു കുഞ്ഞല്ലേ അവള്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എന്തിനാ വെറുതെ താല്പര്യമില്ലാത്തവരെ കൊണ്ട് ഓരോന്ന്. അതെ അതെ, നിങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നത് എങ്ങനെയാ? സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ?
മോളെ നീ ഒന്ന് ഉഷാറായിട്ട് അങ്ങോട്ട് നിന്നേ, എന്നിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പെട്ടെന്നാക്ക്. ശരി അമ്മാവ. ആ എടാ, കാല് പിടിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ആ എന്ന് പറഞ്ഞേ എനിക്ക് ഒരിക്കൽ കൂടെ പറഞ്ഞുകൂടെ? നമ്മളിങ്ങനെ ഒത്തുകൂടി നിൽക്കുമ്പോ ആ വല്ലാത്ത സന്തോഷല്ലേ? എന്തൊക്കെ പറഞ്ഞാലും കാരണവന്മാർ ചില ആഘോഷങ്ങളൊക്കെ കണ്ടുപിടിച്ചതുണ്ട്. എല്ലാവർക്കും ഒന്നിച്ചു ചേരാനും പങ്കെടുക്കാനൊക്കെ പറ്റുമല്ലോ. നിത്യ, ഇതില് ജീരകം ഇടുന്നോ? ആ വേണ്ട വേണ്ട, മസാലയ്ക്ക് ആവശ്യത്തിന് അരപ്പിലുണ്ട്. ഞാനേ കുറച്ച് കറിവേപ്പില എടുത്തിട്ട് വരാം. നിത്യേ, ആ ആ വെളിച്ചെണ്ണയും കൂടെ എടുത്തോണ്ട് വരണേ. ആ ഏ? വെളിച്ചെണ്ണ ഞാനെടുക്കാം. ആ അയ്യോ, ഇതെന്തു പറ്റി? നോക്ക് നിത്യേ, ഇങ്ങോട്ട് വരണ്ട. അയ്യോ, എണ്ണക്കുപ്പി ചിലൊക്കെ പൊട്ടിക്കിടക്കുമല്ലേ? ഇത് ഞാൻ നോക്കിക്കോളാം. വാ. ചെറിയ മുറിവാ. വേദനയുണ്ടോ ഹരി? ആ കുറച്ച്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെ? അവിടെ. ഏയ് വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം.